ഇന്ന് നമുക്ക് വളരെ സന്തോഷമുള്ള ദിവസമാണ്. ഒരു അതിഥിനെ വീട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ ചാനൽ 5+ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ ആദ്യമായിട്ട് സംസാരിച്ച ഒരു വ്യക്തിയും കൂടിയാണ് അമീർ സാറ്. ഇദ്ദേഹത്തിന് എങ്ങനെ പരിചയപ്പെടുത്തുന്നത് എനിക്കറിയില്ല. അദ്ദേഹത്തിന് ഏത് മേഖലയിലാണ് വൈദഗ്ധ്യം എന്ന് വെച്ചാലും നമ്മൾ വിജ്ഞാനത്തിൻ്റെ സാഗരം എന്നൊക്കെ പറയില്ല. ഞാൻ തമാശയിൽ പുള്ളിനെ കുറിച്ച് പരിചയപ്പെടുത്തിയിട്ട് പുള്ളി ജനിക്കുന്നതിന് മുമ്പാണ് എൻസൈക്ലോപ്പീഡിയ പബ്ലിഷ് ചെയ്തത്. അല്ലെങ്കിൽ അത് പബ്ലിഷ് ചെയ്യില്ല, കാരണം പുള്ളി ഉണ്ടായാൽ മതി. അത്രത്തോളം ഏത് സബ്ജക്റ്റ്, ഇപ്പോൾ നമ്മളൊരു ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഇന്നിപ്പോൾ അമീർ സാറിനോട് എന്ത് ചോദിക്കണം എന്നുള്ളതാണ് ഞാൻ ആശയക്കുഴപ്പത്തില്ല. ഏതിനെക്കുറിച്ചും ചോദിക്കാം. പുള്ളി അഗ്രികൾച്ചറിൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അഗ്രികൾച്ചറിൻ്റെ റിട്ടയർഡ് മാർക്കറ്റിംഗ് അഡ്വൈസറായിരുന്നു, അഗ്മാർക്ക് ഓഫീസറായിരുന്നു. അപ്പോൾ അദ്ദേഹം IAS വേണ്ടാന്ന് വെച്ചിട്ട് അഗ്രികൾച്ചറിൽ വന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തെ കൂടെ ഞാൻ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്, പലപ്പോഴും ഞങ്ങൾ അടുത്ത് ഇടപെടിയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഈ ഇൻ്റർവ്യൂവിൽ നമ്മൾ എന്ത് തുടങ്ങണം എന്നുള്ളതാണ്. ഏത് വിഷയം സാറേ നമുക്ക് നല്ല തുടങ്ങാൻ? നമുക്ക് ഏത് വിഷയത്തെപ്പറ്റിയും സംസാരിക്കാം. പ്രത്യേകിച്ച് കാർഷിക മേഖലകളിലെ, സാമ്പത്തിക മേഖലകളിലെ, വികസന മേഖലകളിലെ പല വിഷയങ്ങളെ പറ്റി സംസാരിക്കാം. അറിയാവുന്ന മേഖലകളിലൊക്കെ നമുക്ക് കടക്കാം. പക്ഷേ നമുക്ക് ഒരു വിഷയം സംസാരിക്കുക എന്നുള്ളതല്ല, ആ വിഷയത്തെപ്പറ്റിയുള്ള ഒരു തിരിച്ചറിവുണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമുക്ക് ധാരാളം അറിവുണ്ടാകാം, പക്ഷേ ആ അറിവ് പലപ്പോഴും പരന്നു കിടക്കുന്ന അറിവായിരിക്കും, പക്ഷേ അതിന് ആഴത്തിലുള്ള അറിവാകത്തില്ല. നമ്മളൊരു വിഷയം പഠിക്കുമ്പോൾ അതിൻ്റെ എല്ലാ വശങ്ങളും പഠിക്കണം. അപ്പം അത്തരം രീതിയിലായിരിക്കണം നമ്മുടെ ഒരു പോക്ക്. അതെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിൽ നിൽക്കത്തുള്ളൂ. എനിക്ക് തോന്നുന്നത് ഇന്ന് നമ്മുടെ ലൈഫ് സ്റ്റൈലാണ് ഒരു പ്രധാന വിഷയം. ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, അതായത് ജീവിതചര്യയിലുണ്ടാകുന്ന മാറ്റങ്ങൾ. അതിലേക്ക് ഏറ്റവും ഒരു പ്രധാനമായ ഒരു കാരണം നമ്മുടെ ഫാറ്റിൻ്റെ അളവ് കൂടുന്നതാണ്. അതിലൊരു പ്രധാനമായ കാരണം നമ്മുടെ ഭക്ഷ്യ എണ്ണകളാണ്. അപ്പം ഭക്ഷ്യ എണ്ണകളിലേക്ക് തുടങ്ങുന്നതായിരിക്കും എനിക്ക് തോന്നുന്നു ഇന്ന് നല്ലൊരു കാര്യം. മഴക്കാലത്ത് നമ്മുടെ നാട്ടിൽ പോലും നാടൻ വെളിച്ചെണ്ണ എന്ന് പറഞ്ഞതിൽ പോലും സൾഫർ ചേർക്കുന്നുണ്ടല്ലോ അല്ലേ? സൾഫർ ചേർക്കുകയല്ല, കൊപ്ര ഉണക്കാൻ വേണ്ടി സൾഫർ ചേർക്കുമ്പോൾ ഉണങ്ങാൻ വേണ്ടി ബോർഡ് ഉണ്ടായിരുന്നു. പിന്നെ വെളിച്ചെണ്ണയിലാണെങ്കിൽ അതിൽ ചേർക്കാത്ത സാധനമൊന്നുമില്ല. പണ്ടാരോ പറഞ്ഞ പോലെ ഞാൻ അന്ന് ആ സമയത്താന്ന് തോന്നുന്നുണ്ട് കേരളത്തിലൊരു 10-12ഓളം വെളിച്ചെണ്ണകൾ ടെസ്റ്റ് ചെയ്തതിൽ അതിൽ 12 വെളിച്ചെണ്ണ അല്ലാത്ത എല്ലാ സാധനമുണ്ട്. നമ്മൾ സായിപ്പന്മാർ ഒക്കെയാണ് നമ്മളെ പണ്ട് പറഞ്ഞ് പഠിപ്പിച്ചത് വെളിച്ചെണ്ണ കഴിക്കാൻ പാടില്ല, കൊളസ്ട്രോൾ ഉണ്ടെന്നൊക്കെ. അതേസമയത്ത് നമ്മൾ ഈ നാളെ TK ജോസ് സാറാണ് എനിക്ക് തരുന്നത് വെളിച്ചെണ്ണ ഗുളിക രൂപത്തിലാക്കിയിട്ട് കൊളസ്ട്രോളിന് വേണ്ടി സായിപ്പന്മാർ വിഴുങ്ങാറുണ്ട്. പല്ലിന് ഈ മോണ രോഗത്തിന് വെളിച്ചെണ്ണ നല്ലൊരു മരുന്നാണ്. അതുപോലെ തന്നെ നമ്മളെ എന്താ പറയുക, ലക്ഷദ്വീപിലെ പുള്ളിയുടെ പേര് മണിഫാൻ. അദ്ദേഹം വെളിച്ചെണ്ണയിൽ ഒരുപാട് റിസർച്ച് ചെയ്ത ആളാണ്. പല രോഗത്തിനും അദ്ദേഹം വെളിച്ചെണ്ണ മരുന്നാന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണയിൽ ഇപ്പം നമ്മൾ കേരളം തെങ്ങും നാട് എന്നൊക്കെ പറയാമെന്നല്ലാതെ കേരളത്തിൽ നിന്ന് നമുക്ക് വെളിച്ചെണ്ണയിൽ നമുക്ക് ആകെ അറിയാം. ഞങ്ങൾക്കൊക്കെ പണ്ടറിയാം, ഒന്ന് കൊപ്പര അറിയും, വെളിച്ചെണ്ണ അറിയും, ചകിരി അറിയും, ചിരട്ട വെറുതെ കളയാനറിയും, തേങ്ങാവെള്ളം നമ്മൾ വെറുതെ കളയും. ഈ തേങ്ങാവെള്ളത്തിനും ഒരു സംഭവമുണ്ട് സാർ, അതിനെക്കുറിച്ച് പറയാൻ ആമുഖമായിട്ട് പറയുകയാണ്, പക്ഷെ നീണ്ടുപോകും. എന്നാലും ഇപ്പോൾ ഒരു തേങ്ങ വെട്ടുന്ന ഇതിൽ കളത്തിലൊക്കെ ആണെങ്കിൽ വലിയ കൂടുതലുണ്ടെങ്കിൽ ആ പ്രദേശത്ത് കിണറൊക്കെ കേടുവരും. ഈ വെള്ളം നമുക്ക് പലതും ആക്കാം. അത് സാർ അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയും. ഇപ്പോൾ മലേഷ്യയിലാണ് ഇന്തോനേഷ്യയിലാണ് ഏറ്റവും കൂടുതൽ വാല്യൂ ആയിട്ട് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഇന്തോനേഷ്യയിൽ നാളികേരത്തുനിന്ന് ഒരു സാധനം ഒഴിവാക്കാനില്ല, പക്ഷെ നമുക്കതറിയില്ല. എന്നിട്ട് നമ്മൾ പറയും കൃഷി ലാഭകരമല്ല, നഷ്ടമാണ് എന്ന് പറയും. എന്നിട്ട് നമ്മൾ വാങ്ങിക്കഴിക്കുന്നതോ ഈ മായം ചേർത്ത വെളിച്ചെണ്ണ. നല്ല കൊപ്പര തേങ്ങ നമ്മൾ കൊണ്ടുപോയിട്ട് മാർക്കറ്റ് കൊണ്ടുപോയി വിറ്റിട്ട് കടയിൽ നിന്ന് മായം ചേർത്ത് വെളിച്ചെണ്ണ വാങ്ങിയിട്ട് ഈ രോഗങ്ങളൊക്കെ അതിൻ്റെ കൂടെ നമ്മൾ വില കൊടുത്ത് വാങ്ങും. അപ്പോൾ ഇന്ന് സാറിൻ്റെ ആദ്യം തന്നെ ആ ഒരു വിഷയം പറഞ്ഞുകൊണ്ട് വളരെ ആധികാരികമായിട്ട് അതിനെക്കുറിച്ച് പറയാൻ പറ്റുന്ന ആളാണ് അദ്ദേഹം. അപ്പോൾ അതായിക്കോട്ടെ ഇന്നത്തെ ചർച്ച. നമ്മളിപ്പോൾ കഴിക്കുന്ന എണ്ണകൾ എന്തൊക്കെയാണെന്ന് നോക്കുന്നത്. പരമ്പരാഗതമായി 4 എണ്ണകളാണ് നമുക്ക് കഴിക്കാൻ പറ്റുന്നത്, മനുഷ്യൻ കഴിക്കുന്നത്. അതാണ് റോ ആയിട്ട് കഴിക്കാൻ പറ്റുന്നത് 4 എണ്ണകളേ ഉള്ളൂ. അതിലൊന്ന് വെളിച്ചെണ്ണയാണ്, 2 നിലക്കടലയുടെ എണ്ണ, അതായത് ഗ്രൗണ്ട് നട്ട് ഓയിൽ, കടലെണ്ണ എന്ന് പറഞ്ഞാൽ. 3 കടുകെണ്ണ, നമുക്കറിയാലോ മസ്റ്റാർഡ് ഓയിൽ. 4 ജിഞ്ചലി ഓയിൽ അഥവാ എള്ളെണ്ണ. ഈ 4 എണ്ണകളാണ് യഥാർത്ഥത്തിൽ പിഴിഞ്ഞെടുത്ത് നമ്മൾ കഴിക്കാൻ പറ്റുന്നത്. പക്ഷേ നമ്മൾ കേരളീയർ വെളിച്ചെണ്ണ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. എള്ളെണ്ണ
നമ്മൾക്ക് അതിൻ്റെ സ്മെല്ല് പോലും കടുകെണ്ണ നമുക്ക് ഇഷ്ടപ്പെടില്ല. ഉത്തരേന്ത്യയിലൊക്കെ കടുകെണ്ണയാണ് ഏറ്റവും കൂടുതൽ. അത് എന്നു പറഞ്ഞാൽ ഏതോ ഒരു സ്മെല്ലാണ് നമ്മൾ അബ്സോർവ് ചെയ്തിട്ട് നമ്മുടെ സംസ്കാരത്തിൽ നമ്മുടെ ചുറ്റുപാടിനെ അബ്സോർവ് ചെയ്ത് പോയത്. അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയാണ്. ഇപ്പം വെളിച്ചെണ്ണ പാചകം ചെയ്ത് കഴിഞ്ഞാൽ വടക്കേ ഇന്ത്യക്കാരന് ഇഷ്ടപ്പെടണമെന്നില്ല. എന്നാൽ വടക്കേ ഇന്ത്യയിൽ പോയിട്ട് പഞ്ചാബിലൊക്കെ ഞാൻ നിന്നിട്ടുണ്ടോ ധാരാളം. അവിടെ പഞ്ചാബിൻ്റെ ചാർജായിരുന്നു. അപ്പം അവിടെ കുറച്ച് ദിവസം നമ്മൾ കടുകെണ്ണ കഴിച്ചു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് കടുകെണ്ണ കഴിക്കുന്നത്, സർസു ഓയിൽ. കാരണം കാലിൻ്റെ വേദനയ്ക്കൊക്കെ ഏറ്റവും നല്ല സാധനമാണ് കടുകെണ്ണ. മേത്തൊക്കെ ശരീരത്തിലൊക്കെ തേക്കാറുണ്ട്. ഭയങ്കര സ്മെല്ലാണല്ലോ അത്. ആ സ്മെല്ല് നമുക്കാണ്. അതാണ് കുഴപ്പം. ഈ സ്മെല്ലിനെ പറ്റി നമുക്ക് വേറെ പറയേണ്ടി വരും. കാരണം ഒരു സ്മെല്ല് എന്ന് പറയുന്നത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന ആ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ചരിത്രത്തിൻ്റെതുമായിട്ടുള്ള ഭാഗമാണ്, ആ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഇപ്പം കടലിൻ്റെ തീരത്ത് നിൽക്കുന്ന ഒരാൾക്ക് മീനിൻ്റെ സ്മെല്ല് വളരെ ആസ്വാദ്യമായിരിക്കും. ഇപ്പോൾ ഇവിടെ ഒരു അറബിയുടെ കയ്യിൽ കൊണ്ടുവന്ന് ഒരു ജാസ്മിൻ ഞാൻ കൊടുത്തു വിട്ടിട്ടുള്ളതാണ്. ജാസ്മിൻ കൊടുത്തിട്ട് അയാൾ മണപ്പിച്ചിട്ട് എടുത്ത് എറിഞ്ഞു. കാരണം ഭയങ്കര വില കൂടി ജാസ്മിനായിരുന്നു. കാരണം അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെടത്തില്ല. ഒരു പക്ഷേ ഒട്ടകത്തിൻ്റെ തൊഴുത്തിൻ്റെ അതിനോടൊക്കെ അടുത്തൊക്കെ ബന്ധമുണ്ടാകുന്ന ഊതെന്ന് പറയുന്ന അത് വേറെ നമുക്ക് പിന്നെ പറയാം. ഊത് നമുക്കൊരു വിഷയം തന്നെ ഒരു ദിവസം. അതിൻ്റെയൊക്കെ സ്മെല്ല് ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടും. ഇപ്പോൾ ഓരോ പ്രദേശത്തും ആ സ്മെല്ല് ഇഷ്ടപ്പെടുന്ന വേറൊരു സംസ്കാരമാണ്. അത് നമ്മൾ ഇതിനകത്ത് ബന്ധപ്പെടും. എന്നാൽ വെളിച്ചെണ്ണ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഭക്ഷ്യയോഗ്യമായ ഒരു എണ്ണയാണ്. അല്ല, അതുപോലെ ഈ പറഞ്ഞപ്പോൾ എള്ളെണ്ണ അതുപോലെ കഴിക്കുമോ? എള്ളെണ്ണ കഴിക്കാറുണ്ട്. തമിഴ്നാട്ടിലൊക്കെ നമ്മൾ ദോശയൊക്കെ എള്ളെണ്ണയാണ് കഴിക്കുന്നത്. എള്ളെണ്ണ നമ്മൾ കൂടുതൽ കഴിക്കാത്ത ഒരു പ്രശ്നം എന്നാൽ എള്ളെണ്ണ ഒരു കോസ്റ്റ്ലിയാണ്. ആർത്തവം വരുന്ന സമയത്തോ അതല്ലെങ്കിൽ കുട്ടികൾ രജസ്വലകളാകുന്ന സമയത്തോ എള്ളെണ്ണയാണ് കൊടുക്കുന്നത്. അത് ശരി. അത് എള്ളെണ്ണ കൊടുക്കുന്ന ഒരു സംസ്കാരം തന്നെ ഇവിടെ ഉണ്ട്, കേരളത്തിലുണ്ട്. അതിൻ്റെ ആരോഗ്യത്തിൻ്റെ ഒരു രഹസ്യം കൂടി അതിനകത്തുണ്ട്. പക്ഷേ ഈ എള്ളെണ്ണ നമുക്ക് കൂടുതൽ കഴിക്കാൻ പറ്റാത്ത അവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ, ഒന്ന് എള്ളെണ്ണ കുറച്ച് കോസ്റ്റ്ലിയാണ്. അത് രണ്ട് ടൈപ്പ് എള്ളെണ്ണ ഉണ്ടോ? കറുത്ത എള്ളും വെളുത്ത ഒരേ ഗുണമേന്മ തന്നെയാണ്. എള്ള് കറുത്ത എള്ള് അത് കേരളം, ആന്ധ്ര, പിന്നെ തമിഴ്നാട് പ്രദേശത്തൊക്കെ അറിയാം. കേരളത്തിൽ അവിടെ വരുന്നതാണ് കറുത്ത എള്ളിൻ്റെ എണ്ണ. അതാണ് ഏറ്റവും നല്ല എണ്ണ. അപ്പം അതിന് കുറച്ച് ഹാർഡാണ്. എന്നാൽ ബംഗാൾ ത്രിപുര ഭാഗത്തുനിന്ന് വരുന്ന വെളുത്ത എള്ളാണ്. ആ വെളുത്ത എള്ളിൻ്റെ എണ്ണ നല്ല ക്ലിയറാണ് കളർ. പക്ഷെ അതിന് കറുത്ത എള്ളിൻ്റെ ഗുണമേന്മയില്ല. അത് ശരി. അപ്പം കറുത്ത എള്ളിൻ്റെ പക്ഷെ വളരെ ഹാർഡല്ല. അതിൻ്റെ അകത്ത് കണ്ടൻറ്റുകൾ എള്ളെണ്ണയ്ക്ക് ആവശ്യമായിട്ടുള്ള കണ്ടൻറ്റുകളും വലിപ്പം കുറവാണ്. വെളിച്ചെണ്ണയിൽ സെസമോൾ എന്നുള്ള കണ്ടൻറ്റാണ് വേണ്ടത്. ഏതാണ് സെസമോൾ? സെസമോൾ. അപ്പോൾ സെസമോളിൻ്റെ അംശം മറ്റേ എണ്ണയിൽ കുറവാണ്. ഇത് ആണ് നല്ല എണ്ണ. അതുകൊണ്ട് രണ്ടും തമ്മിൽ വില വ്യത്യാസമുണ്ട്. മിടുക്കന്മാരായ ആൾക്കാർ എന്ത് ചെയ്തു, ആ എണ്ണ ഒരു 80%, ആദ്യം 50%, ഇപ്പോൾ 80%, കറുത്ത എണ്ണ ഒരു 10% ചേർത്ത് കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു സ്വർണ്ണ കളറിലേക്ക്, അത് ഗോൾഡൻ കളറിലേക്ക് വരും. ബ്ലെൻഡ് ചെയ്ത് ആ ബ്ലെൻഡ് ചെയ്ത് ആ കളറിലേക്ക് കൊണ്ടുവരികയും അതിന് നല്ലൊരു മാർക്കറ്റ് പിടിക്കുകയും ചെയ്തു. കാരണം അത്ര ഹാർഡല്ല. അവസാനം ഈ കളർ നല്ലെണ്ണയാണ് നല്ല എണ്ണ എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തി. നല്ലെണ്ണയ്ക്ക് വേറെ എള്ളെണ്ണയ്ക്ക് വേറെ പേരെന്താണ്? നല്ലെണ്ണ. ഞങ്ങളാണ്ടൊക്കെ നല്ലെണ്ണ എന്നാ പറയാ. നല്ല എണ്ണ ഈ എണ്ണയാണ് എന്ന് തോന്നുകൊണ്ട് അതിനാണ് ഇപ്പം മാർക്കറ്റ് ഏറ്റവും കൂടുതൽ. പക്ഷേ ഇതൊരു ബ്ലെൻഡാണ്. അത് ശരി. ഏറ്റവും ഉപയോഗിക്കാൻ പറ്റുന്നത് പിന്നെ ഔഷധ ഗുണമുള്ളതും കറുത്ത എള്ളിൻ്റെ എണ്ണയാണ്. എള്ളിനും എള്ളിൻ്റെ എണ്ണയ്ക്കുമാണ്. ഈ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ വെളിച്ചെണ്ണയുടെ മേഖലയുണ്ട്. വെളിച്ചെണ്ണ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമുക്ക് നേരിട്ട് തന്നെ കഴിക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഏത് എണ്ണയായാലും ഒരു പരിധിക്കപ്പുറത്തേക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, കഴിക്കാൻ പാടില്ല. ഒരു മനുഷ്യൻ അവൻ്റെ ഒരു ദിവസം എത്ര എണ്ണ കഴിക്കണമെന്നുള്ള ഇതുണ്ട്. അതായത് 45 ഗ്രാം മുതൽ 50 ഗ്രാം എണ്ണ, ആളുടെ വലിപ്പം കൂടും കുറയും. 400 കലോറി ഊർജമാണ് ഒരാൾക്ക് ഒരു ദിവസം എണ്ണയിൽ നിന്ന് ലഭിക്കുന്നത്. 400 കലോറി എന്ന് പറഞ്ഞാൽ 1 ഗ്രാം എണ്ണയിൽ 9.2 കലോറി ഊർജമുണ്ട്. 1 ഗ്രാം ചോറിൻ്റെ അകത്ത് 4 കലോറിയാണ് എങ്കിൽ 1 ഗ്രാം ഒരു പ്രോട്ടീൻ ആണെങ്കിൽ 4 കലോറി ഉള്ളൂ. പക്ഷേ എണ്ണ എന്ന് പറയുന്നത് സ്റ്റോർ ഓഫ് കലോറിയാണ്. അപ്പം
കലോറിയുടെ കലവറ എന്നൊക്കെ കലവറ പറയാം. എന്ന് പറയാം. കലോറിയുടെ കലവറയാണ്. അപ്പോൾ 9.2 ഗ്രാം കലോറി എന്ന് കിട്ടും 1 ഗ്രാം എണ്ണയിൽ നിന്ന്. ഏത് എണ്ണയിൽ? വെളിച്ചെണ്ണയിൽ, എണ്ണയിലൊക്കെ. അപ്പം 45 ഗ്രാം എണ്ണ കഴിക്കുക എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എന്ത് വരും എന്നറിയോ? നമ്മൾ സാധാരണ കഴിക്കുന്ന എണ്ണ വരും, പാലിൻ്റെ കൊഴുപ്പും വരും, നെയ്യൊക്കെ കഴിച്ചാൽ അതെല്ലാം ഇതിനകത്ത് വരും. ഇനി മൃഗത്തിൻ്റെ കൊഴുപ്പ് ഉണ്ടെങ്കിൽ അതും ഈ എണ്ണയിൽ ഈ 45 ഗ്രാം ഉൾപ്പെടുത്തിക്കും. എന്നാൽ ഈ 45 ഗ്രാം ഇവിടെയാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ 45 ഗ്രാം കൊഴുപ്പ് അല്ല എണ്ണ കഴിക്കേണ്ട ഒരാൾ ആവറേജ് നമ്മുടെ കേരളത്തിൽ കഴിക്കുന്നത് 200 ഗ്രാമാണ് ഒരു ദിവസം. പല ഇനങ്ങളിലൂടെ ആയിട്ട്. ഒരു 100 ഗ്രാം ചിപ്സ് നമ്മൾ കഴിക്കാമെന്ന് വിചാരിക്കും. ഒരു 100 ഗ്രാം ചിപ്സ് കഴിക്കാൻ വലിയ സമയമൊന്നും വേണ്ട. ഞാനൊരു പരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് ഒരു സ്ത്രീയുടെ മുന്നിൽ അവർ ഒരു സീരിയൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ 200 ഗ്രാം ചിപ്സ് എടുത്ത് കൊണ്ടുവച്ചു. ഏതാണ്ട് ആ സീരിയൽ തീരുന്നതിന് മുമ്പ് തന്നെ അവർ 200 ഗ്രാമും ഫിനിഷ് ചെയ്തു. 100 ഗ്രാം ചിപ്സിൽ ഞങ്ങൾ ലബോറട്ടറിയിൽ 24 ഗ്രാം എണ്ണ തിരിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം ചില ചിപ്സിൽ 21 ഗ്രാം വരും. ആവറേജ് 20 ഗ്രാം. അതായത് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ 100 ഗ്രാം ചിപ്സ് നമ്മൾ കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് 25 ഗ്രാം എണ്ണ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം പിന്നെ 45 ഗ്രാം. പിന്നെ ഇനിയും വേറൊരു രസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കഴിക്കുന്ന എല്ലാ ഭക്ഷ്യവസ്തുക്കളിലും എണ്ണ കഴിച്ചില്ലെങ്കിൽ തന്നെയും അല്പ എണ്ണ ഉണ്ടാവും. 45 ഗ്രാമിൻ്റെ അകത്ത് നിങ്ങൾ എണ്ണ കഴിക്കുന്നെങ്കിൽ തന്നെ ഏതാണ്ട് 25 ഗ്രാം ചോറിൽ നിന്നും മറ്റുള്ള ഭക്ഷ്യവസ്തുക്കളിൽ നിന്നെല്ലാം അരിന്നൊക്കെ ഉണ്ടല്ലോ കിട്ടിയിരിക്കും. അപ്പോൾ ഒരു 20 ഗ്രാം എണ്ണ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? കഴിച്ചാൽ മതി. എനിക്കതിലൊരു ഭാഗം ക്ലിയർ. നമ്മളിപ്പോൾ ദുബായിലാണല്ലോ ഇപ്പോൾ ഉള്ളത്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഒലിവ് ഓയിലാണ്. സാറ് കഴിക്കാൻ പറ്റുന്ന 4 എണ്ണ പറയും. ഒലിവ് ഓയിൽ നിങ്ങൾ വിട്ടുപോയി. ഒലിവ് ഓയിൽ നമ്മളിപ്പോൾ അത് കേരളത്തിൽ നിന്ന് മാറിയുള്ളൊരു കൺവെൻഷണൽ ഓയിലാണ്. അതായത് ഈ കൺവെൻഷണൽ ഓയിൽ എന്ന് പറഞ്ഞാൽ ആ ഓയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അതേപോലെ തന്നെ പിഴിഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ്. അല്ലാത്ത ഓയിലുകൾ, ഉദാഹരണം പാം ഓയിൽ, പാം കർണൽ ഓയിൽ, ഈവൻ യോഗ്യതല്ലാന്ന് ഞാൻ പറയുന്നില്ല. റിഫൈൻഡ് കോക്കനട്ട് ഓയിൽ, സൺഫ്ലവർ ഓയിൽ, നമ്മുടെ തവിടെണ്ണ, ഇതെല്ലാം ഭക്ഷ്യയോഗ്യമാക്കുന്ന ഓയിലുകളാണ്. അതായത് ഇതൊന്നും റോ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യില്ല, വരുമ്പോൾ അത് കഴിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പ്രോസസ് ചെയ്യുന്നത്. അതായത് കെമിക്കൽ പ്രോസസ് ഉണ്ട്. അല്ല, മെയിൻലി കെമിക്കൽ പ്രോസസിംഗ് ആണ്. RBD എന്ന് പറയും. നമ്മൾ പറയും RBD പാം ഓയിൽ എന്ന് പറയും, റിഫൈൻഡ് സൺഫ്ലവർ ഓയിൽ എന്ന് പറയും. അതായത് ഈ 4 എണ്ണകൾ നമുക്ക് ഡയറക്റ്റ് ആട്ടിയിട്ട് എടുക്കാം. മറ്റുള്ളത് എടുത്തു കഴിഞ്ഞിട്ട് അത് കെമിക്കൽ പ്രോസസ്സിങ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നർത്ഥം. അതിൽ ഒലിവ് ഓയിൽ എന്താണ്? ഒലിവ് ഓയിൽ പിഴിഞ്ഞെടുക്കുന്ന സാധനമാണ്, എടുക്കാവുന്നതാണ്. പക്ഷേ കൂടുതൽ ഇപ്പോൾ ഒലിവ് ഓയിൽ വരുന്നത് എങ്ങനെയാണ്? റോ ഒലിവ് ഓയിലും ഉണ്ട്, റിഫൈൻഡ് ഒലിവ് ഓയിലും ഉണ്ട്. എങ്ങനെ? റോ കോക്കനട്ട് ഓയിലും ഉണ്ട്, റിഫൈൻഡ് കോക്കനട്ട് ഓയിലും ഉണ്ട്. റിഫൈൻഡ് കോക്കനട്ട് ഓയിൽ മണമൊന്നും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം റിഫൈൻഡ് കോക്കനട്ട് ഓയിൽ പ്രധാനം ചെയ്യുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ചില സമയങ്ങളിൽ എണ്ണ എന്ത് ചെയ്യും? കണ്ടമാനം സ്റ്റോക്ക് ചെയ്യും. വില കുറഞ്ഞ സമയത്ത് സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. ഇത് അണ്ടർഗ്രൗണ്ട് സ്റ്റോക്കിംഗ് ഉണ്ട്. ചിലപ്പോൾ മോശമായിട്ട് കോപ്രായി ഉണ്ടാക്കുന്ന ഉണ്ടാവും. ഇതെല്ലാം വായിക്കാനുള്ള എണ്ണ കേടായിട്ടുണ്ടാവും. ഇതിനെയൊക്കെ എന്ത് ചെയ്യും? റിഫൈനറി കൊണ്ടുപോയി കഴിഞ്ഞാൽ റിഫൈൻഡ്, ബ്ലീച്ച്ഡ്, ഡിയോഡ്രൈസ്ഡ്, 3 പ്രക്രിയയാണ്. ഇപ്പം RBD പാം ഓയിലിൻ എന്നല്ലേ പാം ഓയിൽ നമ്മൾ കാണുമെന്ന് പറയുമ്പോൾ RBD എന്ന് പറയുന്നത് എന്താണ്? ഇത് റിഫൈൻ ചെയ്തു. റിഫൈനിങ് എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ഒരു കെമിക്കൽ പ്രോസസ്സാണ്. അത് ചെയ്ത് കഴിഞ്ഞു. രണ്ടാമത് അതിൽ നിന്ന് മണം മാറ്റി, അതാണ് ഡിയോഡറൈസ് ചെയ്ത്. മൂന്നാമത് അതിനെ വെളുപ്പിച്ചെടുത്ത്, അതാണ് ബ്ലീച്ച്ഡ്. അപ്പം ഈ 3 പ്രോസസ്സും കഴിഞ്ഞിട്ടുള്ള എണ്ണയാണ് നമുക്ക് അത് കിട്ടുന്നത്. അധികം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കോൾഡ്, അതെന്താണ്? ഒരു കുക്കിംഗ് മീഡിയം എന്നാണ്. അതായത് ഇതിൽ ഏത് എണ്ണ നമുക്ക് ഉപയോഗിച്ചാൽ മതി. ആ വെളിച്ചെണ്ണയുടെ ഗുണമോ മറ്റൊന്നും വരുന്നില്ല. കുക്കിംഗ് മീഡിയമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഒരു കാര്യം പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമുക്കെന്ത് വേണം? ഒരു മീഡിയം വേണം. നമ്മൾ ചോറ് വെക്കണമെങ്കിൽ നമുക്കെന്ത് വേണം? അരിയെ വെള്ളത്തിൽ കിടണം, വെള്ളമാണ് അതിൻ്റെ മീഡിയം. അതുപോലെ തന്നെ ഒരു കാര്യം ഫ്രൈ ചെയ്തെടുക്കണമെങ്കിൽ അല്ലെങ്കിൽ അതിന് മീഡിയമാണ് എന്ത്? എണ്ണ.
അപ്പോൾ അതൊരു കുക്കിംഗ് മീഡിയം എന്ന നിലയ്ക്ക് നമ്മൾ എണ്ണ കാണുന്നത്. അതിൽ ആരോഗ്യകരമായ എണ്ണയാണ് ഈ 4 എണ്ണ ഉള്ളൂ എന്നർത്ഥം. ബാക്കിയൊക്കെ അല്ല, ഇനി ആരോഗ്യത്തിൻ്റെ കാര്യമുണ്ട്. ഇനി വെളിച്ചെണ്ണ തന്നെ എത്രമാത്രം ആരോഗ്യകരമാണെന്ന് നോക്കാം. ആദ്യം അഡൾട്രേഷനിലേക്ക് നമ്മൾ പിന്നെ പോട്ടെ. ഒന്ന്, നമ്മൾ അധികമായിട്ടുള്ള എണ്ണ കഴിക്കാൻ പാടില്ല. ഒരു ദിവസം 20 മുതൽ 25 ഗ്രാം എണ്ണ മാത്രമേ നമ്മുടെ ശരീരത്തിൽ കഴിക്കാൻ പാടുള്ളൂ എന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഉറപ്പുവരുത്തണം. നമ്മളിപ്പം പൊരിച്ച മീൻ കഴിക്കണോ, പിന്നെ പീരയിട്ട മീൻ കഴിക്കണമെന്ന് നമ്മൾ ചിന്തിക്കുക, അല്ലെങ്കിൽ പിന്നെ കറി ചുള്ള മീൻ കഴിക്കണമെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ഒരു പൊരിച്ച മീനകത്ത് എത്ര എണ്ണ ഉണ്ടെന്ന് നോക്കണം. ഒരു ഉഴുന്നുവടയ്ക്കകത്ത് 6 മുതൽ 8 ഗ്രാം വരെ എണ്ണ ഉണ്ടാവും. പരിപ്പുവടയ്ക്കകത്ത് 4 ഗ്രാം എണ്ണ ഉണ്ടാവും. പപ്പടം 3-4 ഗ്രാം എണ്ണ അബ്സോർവ് ചെയ്യും. ഒരു നല്ല പഴംപൊരി ആണെങ്കിലാണ് ചില പഴംപൊരിക്കകത്തൊക്കെ 8 മുതൽ 10 ഗ്രാം എണ്ണ ഉണ്ടാവും. അത് പഴം പൊരിക്കുന്നവർക്കറിയാം 1 കിലോ പഴം പൊരിക്കുമ്പോൾ എത്ര എണ്ണ കുടിക്കുന്നു പഴംപൊരി. അപ്പോൾ ഈ നമ്മൾ പഴംപൊരി വാങ്ങിച്ചു കഴിഞ്ഞിട്ട് എണ്ണയ്ക്കകത്ത് തുടച്ച് പിഴിഞ്ഞെടുത്തിട്ടാണല്ലോ പലപ്പോഴും. ഞാൻ നേരെ തിരിച്ചാട്ടെ, ഞാൻ എണ്ണ കളയാതിരിക്കാൻ വേണ്ടി ഞാനത് ഒന്നും ചെയ്യാതെ കഴിക്കും. കാരണം ആ എണ്ണയാണ് അതിൻ്റെ ടേസ്റ്റ്. ഇപ്പോഴാണ് എനിക്ക് തന്നെ അത് മനസ്സിലായത്. അതിപ്പോൾ എൻ്റെ ഈ ഇത് കണ്ടാൽ നിങ്ങൾക്ക് അറിയാലോ. ഒന്ന്, അപ്പോൾ ഈ പഴംപൊരി അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ കഴിയുമ്പോൾ അതിനകത്ത് എണ്ണയുടെ ഒരു അംശം വളരെ കൂടുതലായിരിക്കും. ഇതൊക്കെ നമ്മുടെ ബുദ്ധിയിൽ നമ്മുടെ തലയിലുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യും, ഇന്നിപ്പം എണ്ണയിലുള്ള കഴിക്കണോ വേണമെന്ന് ചിന്തിക്കും. ഇപ്പം നോമ്പ് സമയം, നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഏതാണ്ട് നോമ്പ് സമയത്താണ്. ഈ നോമ്പ് സമയത്ത് ഇപ്പം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ തന്നെ പറഞ്ഞിട്ടുണ്ട് നോമ്പ് തുറക്കുന്നത് എങ്ങനെയൊക്കെയാണ് വേണമെന്നുള്ളത്. അതായത് എണ്ണക്കടി ഒഴിവാക്കണമെന്ന്, പ്രത്യേകിച്ച് മലബാറുകാർ. മലബാറുകാരിലെ തെക്കൻ പ്രദേശത്ത് അങ്ങനെ കാണാറില്ല. മലബാറിലൊരു വലിയൊരു കൾച്ചർ പോലെയാണ്. നോമ്പായാലും എല്ലാ കടയുടെ മുമ്പിലും എണ്ണ, എല്ലാ പള്ളിയിലും കൊണ്ടുവന്ന് സമോസയും എണ്ണയുമാണ്. എണ്ണ മുഖ്യ സാധനമാണ്. ഇത് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് വിൽക്കാൻ വേണ്ടി ഏറ്റവും കുറഞ്ഞ പല പ്രാവശ്യം ഉപയോഗിച്ചാണ്. അതിലേക്ക് നമ്മൾ പിന്നെ വരാം. എണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഞാൻ തമാശ പറയാം, ഏകദേശം എൻ്റെ നാട്ടിലൊക്കെ ചില ഹോട്ടലിലൊക്കെ എൻ്റെ പ്രായം ഉണ്ടാവും എണ്ണക്ക് എന്ന് പറയും. കാരണം അതിലിങ്ങനെ പിന്നെ ചേർത്ത് കൊണ്ടുപോകുകയാണല്ലോ ചെയ്യുന്നത്. അതൊക്കെ വലിയ ഡേഞ്ചർ. ഈ മലബാറുകാർ പറഞ്ഞപ്പോൾ നമുക്ക് 2 വിഷയമുണ്ട്. ഒന്ന്, നോമ്പിന് പഴം ഈ എണ്ണക്കടികളില്ലാഞ്ഞാൽ നമുക്കൊരു തൃപ്തിയാവില്ല. രണ്ടാമതൊന്ന്, വെള്ളിയാഴ്ച ഫ്രൈഡേ ശരിക്കും പറഞ്ഞാൽ എനിക്ക് മലബാറുകാരെ കണ്ടിട്ടാണ് പേരിട്ടതെന്നാണ്. അന്ന് പോത്ത് ഇല്ലാഞ്ഞാൽ നമുക്ക് പറ്റില്ല. എന്നോടൊരാൾ പറഞ്ഞത് നോമ്പ് നിങ്ങളുടെ ഇറച്ചി തീരെ തിന്നൂലെന്ന്. ഇതിൻ്റെ ഇവിടെ ആമുഖമായിട്ട് പറയാം, ഇത് ഇടയിൽ പറയാന്നുള്ളൂ. അതെന്താ വെച്ചാൽ, അല്ല നോമ്പ് കഴിഞ്ഞ് പെരുന്നാളിൻ്റെ നിങ്ങളെല്ലാവരും കൂടി ഈ ഇറച്ചിക്കടയുടെ മുമ്പിൽ ക്യൂ നിൽക്കുന്ന കണ്ടപ്പോൾ ഒരു മാസം തിന്നാത്ത അവിടെ ആർത്തി കാണിക്കുക. നമ്മൾ നോമ്പൊന്ന് ഇറച്ചിയാണ് തിന്നണത് അധിക ദിവസങ്ങളും. എന്നാലും പെരുന്നാൾക്ക് വന്നിട്ട് അവിടെ കണ്ട് തിരക്കിയിട്ട് ഇങ്ങനെ നിന്നിട്ട് 10 കിലോനൊക്കെ വാങ്ങുന്നവരില്ല. ഇപ്പം അതൊക്കെ കുറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ ഭക്ഷ്യ എണ്ണയിലേക്ക് വന്നു കഴിഞ്ഞാൽ വെളിച്ചെണ്ണ എങ്ങനെയായിരുന്നു പണ്ട് കഴിച്ചുകൊണ്ടിരുന്നതെന്നുള്ളത്